നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കാള പെറ്റു എന്ന് കേട്ട കയറെടുക്കും. പ്രസവിച്ച് കിടക്കുന്ന പശുവിനെ തിരിഞ്ഞു നോക്കില്ല. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം പറഞ്ഞാണ്. പറയാൻ കാരണം ഈ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു മെസ്സേജാണ്. ഞാനിവിടെ കാണിക്കാം. 823 വർഷം കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അടുത്ത മാസത്തെ, അതായത് 2026 ഫെബ്രുവരി മാസത്തിലെ കാലണ്ടർ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആ പ്രതിഭാസത്തിൻ്റെ ഒരു പേരും പറയുന്നുണ്ട്. മിറാക്കിൾ എല്ലൻ എന്നാണ് എനിക്ക് വായിക്കാൻ പറ്റിയത്. ഇനി ശരിക്കും എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വാക്കുന്നവരെ കേട്ടിട്ടില്ല. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിക്കുന്ന ഒരാളാണ് ഞാനും. ഏതായാലും കൂടുതൽ അറിയാനായിട്ട് എൻ്റെ ഒരു സഹായി ഇവിടെ ഉണ്ട്. അതിനെ റെഫർ ചെയ്തു. രക്ഷയില്ല, അതിലത്ര ഒരു വാക്കില്ല. പിന്നെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ശിവനെ എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. കാരണം ഈ മെസ്സേജിനെ കുറിച്ച് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് വാട്സാപ്പിൽ മാത്രമല്ല, വാട്സാപ്പിൽ കുറവാണ്. കാരണം വാട്സാപ്പിന് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻ കാരണം അതിൽ കുറവാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിരിക്കുകയാണ് ഈ മെസ്സേജ്. ഒപ്പം അതിൽ ചില മറ്റ് കാര്യങ്ങളൂടി പറയുന്നുണ്ട്. ഇത് കൂടുതൽ തവണ ഫോർവേഡ് ചെയ്താൽ ഭഗവാൻ പരമശിവനെ പ്രസാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ശിവനെ എന്ന് വിളിക്കാൻ തോന്നിയത്. കാരണം വേദകാലങ്ങൾക്ക് മുമ്പേ നിലനിന്നിരുന്ന പരമേശ്വരൻ എന്ന ചൈതന്യം ഏകദേശം 2000 വർഷം മുമ്പ് നിലവിൽ വന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ ഒരു മാസം ഫോർവേഡ് ചെയ്യുമ്പോൾ പ്രസാദിക്കും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ശരി, നമുക്കിതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ 7 ആഴ്ച ദിവസങ്ങളും 4 തവണ വരുന്ന ഒരു പ്രത്യേകതയാണ് 2026 ഫെബ്രുവരിയിൽ എന്ന്. കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയിലെ കലണ്ടർ ഒന്ന് നോക്കാം. അവിടെയും നമുക്കിത് തന്നെയാണ് കാണാനുള്ളത്. എല്ലാ ആഴ്ച ദിവസങ്ങളും 4 തവണ ആവർത്തിക്കുന്നുണ്ട്. ഒരു വ്യത്യാസം, അത് തുടങ്ങുന്നത് ശനിയാഴ്ചയിലാണെന്ന് മാത്രം. ഇനി ഇത് ഫോർവേഡ് ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കുന്നത് 1-ാം തീയതി ഞായറാഴ്ച തന്നെയായിട്ട് വരുന്ന ഒരു കലണ്ടറാണെങ്കിൽ 28 വർഷം കൂടുമ്പോൾ എല്ലാ കാലണ്ടറും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് 1998-ലെയോ 1970-ലെയോ കാലണ്ടർ എടുത്ത് നോക്കിയാൽ ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. ഇനി 2054 ഫെബ്രുവരി 1-ാം തീയതി നോക്കിയാലും ഞായറാഴ്ചയായിരിക്കും. 4 വർഷം കൂടുമ്പോൾ ഒരു അതിവർഷം വരുന്നു എന്നുള്ള കണക്കിൽ അങ്ങനെയാണ് എൻ്റെ രീതി. 28 വർഷം കൂടുമ്പോൾ കാലണ്ടർ ആവർത്തിക്കും. ഇടയിലൊക്കെ ആവർത്തനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ഇത്ര വർഷം കൂടുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ അതിവർഷമാണ് വരുന്നതെങ്കിൽ ഫെബ്രുവരിയിൽ എല്ലാ ആഴ്ച ദിവസങ്ങളും 4 തവണ ആവർത്തിക്കും. കൂടാതെ 1-ാം തീയതി ഏത് ദിവസമാണോ വരുന്നത് അത് 5 തവണ ആവർത്തിക്കും. ബാക്കിയുള്ള മാസങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 30 ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ആഴ്ച ദിവസം 5 തവണ ആവർത്തിക്കും. അല്ലാത്ത ആഴ്ച ദിവസങ്ങൾ 4 തവണ ആവർത്തിക്കും. 31 ദിവസം വരുന്ന ഒരു മാസമാണെങ്കിൽ 1, 2, 3 തീയതികൾ വരുന്ന ആഴ്ച ദിവസങ്ങൾ 5 തവണ ആവർത്തിക്കും. അല്ലാത്തവ 4 തവണ ആവർത്തിക്കും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം.